ക്ഷീണം, ഉറക്കം വരുന്നു. കൂടുതൽ അധ്വാനിച്ചാ ക്ഷീണം വരുമല്ലേ എന്റെ അമ്മേ. അതിന് നീ എന്താ അധ്വാനിച്ചേ? 1 മണിക്കൂർ അധ്വാനിച്ചാ 20 കുല പഴം വയറ്റിലാക്കിയത്. ഇവനിട്ടൊരു പണി കൊടുക്കണം. പക്രുവിന്റെ തോക്ക് ഇത് മതി. നില്ലടാ അവിടെ, ഹാൻഡ്സ് അപ്പ്. ഹമ്പട കള്ള, കടുവാ കൂട്ടിൽ പാറ്റയോ? അയ്യോ പാറ്റയോ? എന്തു പറ്റി? എനിക്ക് പാറ്റയെ പേടിയാ. എന്നിട്ടാണോ ഈ പണിക്കിറങ്ങിയേ? മര്യാദക്ക് ചാക്കിലുള്ളത് മുഴുവൻ ഇവിടെ വെച്ചോ, ഇല്ലേ ഞാൻ പോലീസിനെ വിളിക്കും. പോലീസ് വന്നാ പിടിക്കുന്നത് നിന്നെ ആയിരിക്കും. ഇതിലധികവും അപ്പുറത്തെ വീട്ടിലെയാ. അത്ര ചിരി വേണ്ട. ഈ തോക്കിനകത്ത് അരിയുണ്ടയല്ല, വെടിയുണ്ടയാ. കുഞ്ഞാ, അങ്ങനെയല്ല. ആദ്യം തോക്കിൽ വെള്ളം നിറക്കി, എന്നിട്ട് വേണം വെടിവെക്കാൻ. നമസ്കാരം, ഞാൻ പക്രു. പ്രധാന വാർത്തകൾ. ജിഞ്ചക്കൻ കുറുക്കന് സാഹിത്യ കുറുനരി അവാർഡ്. കാടായ കാടുകളിലെല്ലാം കരിമ്പ് മൂത്തു തുടങ്ങി. ചാറപ്പറൻ വൈദ്യർ ആസ്ഥാന വൈദ്യരായി നിയമിതനായി. അരിയിൽ പുഴുക്കൾ കുത്തിയിരുന്ന് സമരം ചെയ്യുന്നതിനാൽ കാട്ടിലെ സ്കൂളിൽ നാളെ ഉച്ചക്കഞ്ഞിയില്ല. വാർത്തകൾ വിശദമായി. ജിഞ്ചക്കൻ കുറുക്കന് സാഹിത്യ കുറുനരി അവാർഡ് ലഭിച്ചു. എന്റെ കോഴി മോഷണ കഥകൾ എന്ന കൃതിക്കാണ് അവാർഡ് ചിക്കൻ കാല് കൊടുത്ത് വാങ്ങിയതാണെന്ന ആരോപണം ജിഞ്ചക്കൻ കുറുക്കൻ നിഷേധിച്ചു. ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ ഞങ്ങളുടെ പ്രതിനിധി കുഞ്ഞൻ ലൈനിനുണ്ട്. കുഞ്ഞൻ കേൾക്കാമോ? ഹലോ കുഞ്ഞൻ. ഹലോ ഹലോ. അതെ പക്രു, കേൾക്കാം കേൾക്കാം. ജിഞ്ചക്കന്റെ അവാർഡ് നേട്ടത്തെ കുറിച്ച് വിശദമായി പറയൂ കുഞ്ഞൻ. പക്രു, ജിഞ്ചകനും ആരാധകനും ആഹ്ലാദത്തിലാണ്. വൈകിട്ട് പുകവലിയുടെ സ്വീകരണമുണ്ട്. പുകവലിയോ? ക്ഷമിക്കണം, പൗരവലിയുടെ സ്വീകരണമുണ്ട്. വ്യക്തമാക്കി പറയൂ കുഞ്ഞൻ. എപ്പോഴാണ് സ്വീകരണം? ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? താങ്കൾ ഇപ്പോൾ ജിഞ്ചക്കന്റെ വീട്ടിലാണോ? അല്ല പക്രു, ഞാനിപ്പോ റൂമിലാണ്. ജിഞ്ചക്കന്റെ റൂമിലാണോ? ഒരു ഇന്റർവ്യൂ ആണോ കുഞ്ഞൻ ലക്ഷ്യമിടുന്നത്? അല്ല, ഞാൻ എന്റെ വീട്ടിലെ റൂമിലാണ്. സ്വീകരണം ഉണ്ടെന്ന് വേറൊരു ചാനലിൽ കണ്ടു. എന്റെ വീട്ടിൽ നിന്നും ദോശ ചുടുന്ന അമ്മയോടൊപ്പം കുഞ്ഞൻ. കാണുന്നില്ലല്ലോ. 10 മണിക്കാ ബസ്. 10 മണിയുടെ ബസ് എപ്പോഴാ വരിക? ദാ ബസ് വരുന്നുണ്ട്. ആകെ ഒരു സീറ്റേ ഉള്ളൂ. അതിലാ അങ്കിൾ ഇരുന്നു. അത് വിക്രു ആണല്ലോ. വിക്രു അയാളോട് എന്തോ പറയുന്നുണ്ടല്ലോ. ഒന്ന് നടു വളയ്ക്കാൻ ഒരു സീറ്റ് കിട്ടി. നീ എന്താ അങ്കിളിനോട് പറഞ്ഞേ? അങ്ങേരെന്താ എഴുന്നേറ്റ് പോയേ? എനിക്ക് ഡെങ്കിപ്പനിയാണെന്ന് ഞാനങ്ങ് പറഞ്ഞു. ഹമ്പട വിക്രുവേ, പുള്ളിയെ എഴുന്നേൽപ്പിച്ചതിന്റെ സൂത്രം കൊള്ളാം. കോട്ടുകൈ. സൂത്രമോ? എനിക്ക് ശരിക്കും ഡെങ്കിപ്പനിയാ.
അമ്മ തവി കൊണ്ട് തല്ലി. എന്തിന്? 2 കുലം പഴം ചോദിച്ചതിനാ. പാവം. അപ്പൊ നീ രാവിലെ ഒന്നും കഴിച്ചില്ലേ? കഴിച്ചതാ. 5 കുല പഴവും 10 തണ്ണിമത്തനും. പിന്നെയും വിശന്നു. എനിക്ക് വിശപ്പുണ്ട്, വാ. കയ്യിലാണേ 10 പൈസ ഇല്ല വല്ലതും വാങ്ങി കഴിക്കാൻ. 10 പൈസക്ക് എന്ത് കിട്ടാനാ? ദാ കുറച്ച് മാങ്ങ വീണ് കിടപ്പുണ്ട്. മാങ്ങയെങ്കിൽ മാങ്ങ. ഇത് മുഴുവൻ അണ്ണാൻ കടിച്ചതാ. നോ പ്രോബ്ലം, ഞാൻ കഴിക്കാൻ പോവാ. അയ്യേ, നിങ്ങൾ ഈ കാക്കയും അണ്ണാനും കഴിച്ച ബാക്കിയാണോ കഴിക്കുന്നേ? വിശപ്പ് കൊണ്ടാ ചേട്ടാ. ഓ അത് ശരി, എന്നാ എന്റെ കൂടെ വാ. ആ പച്ചമാങ്ങ പച്ചമാങ്ങ, പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. ഏത് ഹോട്ടലിലേക്കാണാവോ? അല്ലേലും ജിഞ്ചക്കൻ ചേട്ടൻ നല്ലവനാ. അത് നേരാ. പച്ചമാങ്ങ പച്ചമാങ്ങ, പഴുത്തു പഴുത്തൊരു പച്ചമാങ്ങ. അയ്യേ, മാങ്ങ. മുഴുവൻ കഴിച്ചോ കഴിച്ചോ. ഇതൊന്നും അണ്ണാൻ കടിച്ചതല്ല, എന്റെ മോൻ ഗുണ്ടാപ്പി കടിച്ചതാ. കുഞ്ഞാ, കുഞ്ഞാ, ഒന്ന് എണീക്കടാ കുഞ്ഞാ. വിശക്കുന്നു, വല്ലതും കഴിക്കണം. എന്നും എഴുന്നേറ്റാൽ 1/2 മണിക്കൂർ ഭയങ്കര വിശപ്പാ. എന്നാ 1/2 മണിക്കൂർ കഴിഞ്ഞ് എഴുന്നേറ്റാൽ പോരെ? കളിക്കാൻ പോയാലോ? ഈ മഴയത്ത് എന്ത് കളിക്കാനാ? വഞ്ചി ഉണ്ടാക്കി കളിച്ചാലോ? അത് കൊള്ളാം. വേഗം വാ, കളിച്ചു വന്നിട്ടേ ചെടികൾക്ക് വെള്ളം ഒഴിക്കാനുള്ളതാ. ഈ പെരുമഴയത്തോ? അതിനൊരു കുട ചൂടിയാ പോരെ? എന്താണിത്? അറിയില്ല സിംബ. അയ്യോ, എന്തോ അപകടം സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. നല്ല പടം. വാ, ഒരു ചായ കഴിക്കാം. അയ്യേ, ഇതിനകത്ത് ഒരു ഈച്ച ചത്ത് കിടപ്പുണ്ട്. അയ്യോ, ഈച്ചകൾക്കേ നീന്തൽ അറിയില്ല, അതാ ചത്തത്. വേറെ ചായ കൊണ്ടുവാ. ഈച്ചയുണ്ടേ, പിടിക്കാൻ വല വിരിക്ക്. അത് ശരിയാ. കുഞ്ഞാ, എങ്ങനെയാ വല ഉണ്ടാകുന്നത്? വല മുഴുവൻ ദ്വാരങ്ങളല്ലേ, നിരവധി ദ്വാരങ്ങൾ കൂട്ടിച്ചേർത്ത വലയുണ്ടാകുന്നത്. ഇവിടെ പുകവലി പാടില്ലെന്ന്. അല്ലേലും എവിടെയും പുകവലി പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ദാ വേറെ ചായ. താങ്ക് യു. ഇത് കൊള്ളാം. ഒരു അപേക്ഷയുണ്ട്. നേരത്തെ മുതലാളി പറഞ്ഞിട്ട് കുളിക്കുന്നതിനിടെ വന്ന് ചായ ഉണ്ടാക്കിയതാ. അതുകൊണ്ട് അത് ചായ എന്നൊരു സോപ്പ് കഷം കിട്ടിയാ തരണം, അതെന്റെതാ. ശിമാവും വരിക്ക പ്ലാവും
മാസം അവധിക്കാലം. 2 മാസം വല്ല ജോലിക്കും പോയി 4 കാശുണ്ടാക്കാം. അത് ശരിയാ. കരടി വൈദ്യര് ജോലിക്ക് ആളെ എടുക്കുന്നുണ്ട്, പോയാലോ? ജോലിക്ക് ആൾക്കാരെ വേണം. 2 മാസത്തേക്കാ എനിക്കും വേണ്ടത്. എന്റെ ഈ നടുവൊന്ന് ശരിയാവുന്നത് വരെ മതി. നടുവിന് എന്തു പറ്റി വൈദ്യരെ? ഹോ, അതൊന്നും പറയണ്ട, നീരിറക്കമാ. എന്നാ ഒരു വൈദ്യരെ കാണിച്ചൂടെ? ഹാ, കാണിക്കണം. കഷായം ഉണ്ടാക്കലും ലേഹ്യം ഉണ്ടാക്കലും കൊണ്ട് പോവാൻ സമയം വേണ്ടേ? മഞ്ചാടി കാട്ടിലൊരു കുരങ്ങ് വൈദ്യരുണ്ട്, ആള് കേമനാന്നാ കേട്ടെ. എന്നിട്ട് വേണം നടുവേദന തലവേദനയാവാൻ. അവനിവിടെ മുൻപ് മരുന്നിടിക്കാൻ നിന്നവനാ. നിങ്ങൾ വിശ്വസ്തരാണോന്ന് എനിക്കൊന്നറിയണം. വില പിടിച്ച പല മരുന്നും ഉള്ളതാ ഇവിടെ. കുറുന്തോട്ടിയും കാഞ്ഞിരത്തിന്റെ വേരും കൊണ്ടുപോയി ഞങ്ങൾ എന്തു ചെയ്യാനാ വൈദ്യരെ? ശരിയാ, വല്ല കരിമ്പുവാണേൽ വൈദ്യര് പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് വെക്കാം. ആ, അതൊക്കെ പോട്ടെ. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അന്യന്റെ പറമ്പിൽ നിന്ന് മാങ്ങ മോഷിച്ച നല്ലതാണോ? മാങ്ങ കഴിച്ചു നോക്കാതെ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റില്ല. രാവിലെ 9 മണിക്ക് ജോലിക്ക് വരണം. 10 മുതൽ 12 വരെ ചായ സമയമാ. ഇഷ്ടമുള്ളപ്പോ കുടിക്കാം. 1 മുതൽ 2 വരെ ഊൺ സമയം. പിന്നെ 3 മുതൽ 4 വരെ ചായക്കുള്ള സമയവും. ഈ സമയത്ത് എപ്പോ വേണേലും നിങ്ങൾക്ക് കഴിക്കാം. വൈദ്യരെ, അപ്പോ ജോലി ചെയ്യേണ്ട സമയം എപ്പോഴാ? അടുത്ത ആഴ്ച കുറുനരിക്കുന്നിലെ കലാമേളയ്ക്ക് എന്റെ പാട്ടുണ്ട്. നീ വരണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. കൂടെ പോയിട്ടുള്ള പ്രോത്സാഹത്തിനൊന്നും ഞാനില്ലേ, എനിക്ക് എന്റെ തടിയാ പ്രധാനം. നീ എന്റെ പാട്ട് കേട്ടിട്ടില്ലല്ലോ. ഞാൻ പാടാം. അയ്യോ, ഇത് ഏത് പാട്ട്? പാട്ടല്ലടാ, എന്റെ കാലിൽ ഒരു മുള്ളു കൊണ്ടു. അയ്യോ. നീ കരയാതെ വൈദ്യരെ കാണാൻ വാ. അയ്യോ അയ്യോ, എന്റെ കാലേ. ഒച്ചയുണ്ടാക്കാതെ പോടോ. മിണ്ടരുത്, മോൻ പഠിക്കുക. ശബ്ദമുണ്ടാകല്ലേ, മോൻ ഉറങ്ങുക. അയ്യോ, എന്റെ കാലേ. കരയരുത്, ശബ്ദമുണ്ടാക്കരുത്, നിന്നെ ഞാൻ. ഇനി നിന്നാ പ്രശ്നമാ, മുങ്ങ. എന്റെ അമ്മ. ചേട്ടാ, ചേട്ടന്റെ മോനും പഠിക്കുമായിരിക്കും. ഏയ്, അതല്ല, എനിക്ക് നാളെ SSLC എക്സാമാ. കുഞ്ഞ, അവിടെ എന്താ ഒരു ആൾക്കൂട്ടം? എന്തു പറ്റി? ഒരാൾ കിണറ്റിൽ വീണു. ആരാ വീണത്? അതറിയില്ല, ആദ്യം ശബ്ദം കേട്ടത് ഞാനാ. ഓ, ഭയങ്കര ആഴം, താഴെ ഇരുട്ടാ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കാതെ വീണയാളെ രക്ഷിക്കാൻ നോക്ക്. അതിനിവിടെ കിണറ്റിലിറങ്ങാൻ ആരാ ഉള്ളത്? ആ, കരടി ചേട്ടനെ കിണറ്റിലിറങ്ങാൻ അറിയാം. എന്നാ കരടി ചേട്ടനെ വിളിച്ചോണ്ട് വാ. അതിനെനിക്ക് കരടി ചേട്ടന്റെ വീട് അറിയില്ല. ആ ചായക്കടയുടെ അടുത്തെവിടെയോ ആണ്. കൃത്യമായി വിക്രുവിനറിയാം. അത് ആ ചായക്കടയുടെ അടുത്തുള്ള പാലം വഴി പോയിട്ട് ആ മുത്തശ്ശി മാവിന്റെ അടുത്തെവിടെയോ ആണ്. അവിടുന്ന് എനിക്കറിയില്ല. മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള മൂന്നാമത്തെ വീടാ. മുത്തശ്ശി മാവിന്റെ അടുത്തുള്ള മൂന്നാമത്തെ വീടാ. കരടിച്ചേട്ടനോ? അതേടാ, ഞാനാ കിണറ്റിൽ വീണത്.
തോന്നുന്നു. ഓഹോ, മണമടിച്ചിട്ട് വായിൽ വെള്ളം നിറയുന്നു. വില്ല് കാണുമ്പോ കണ്ണ് നിറയാതിരുന്നാ മതി. കഴിക്കാൻ എന്താ ഉള്ളേ? ചപ്പാത്തി, പൊറോട്ട, ഉപ്പുമാവ്, പത്തിരി, ഇഡ്ഡലി, ഭൂരി, നെയ്റോസ്റ്റ്, നെയ്വട, ഉഴുന്നുവട, തൈരുവട, പൊക്കുവട, സവാളവട, പാലപ്പം, ഇടിയപ്പം, ഊത്തപ്പം, കൽത്തപ്പം, നെയ്യപ്പം, സൂലപ്പം, വെള്ളപ്പം, മസാല ദോശ, സാദാ ദോശ, അരിദോശ, തട്ടുദോശ, ഉഴുന്നുദോശ, ഗോതമ്പ് ദോശ, പേപ്പർ ദോശ, ബിരിയാണി. ഇതൊന്നും ഇവിടെ ഇല്ല, ചോദിക്കരുത്. എന്താ അവിടെ ഒരു ബഹളം? അത് നെയ്യപ്പം വാങ്ങാനുള്ളവരുടെ തിരക്കാ. ഫ്രീ ആയിട്ട് കൊടുക്കാണോ? ഏയ് അല്ലെന്നേ, 2 ആഴ്ച മുമ്പ് ഉണ്ടാക്കിയ നെയ്യപ്പം തീരാതെ വന്നപ്പോ മുതലാളി ഒരു സൂത്രം പ്രയോഗിച്ചതാ. എന്ത് സൂത്രം? നെയ്യപ്പത്തിന് മാവ് കുഴച്ചപ്പോ അതിലൊരു സ്വർണ്ണ മോതിരം വീണുപോയെന്ന് നാട്ടുകാരോടങ്ങ് വെച്ച് കാച്ചി. അങ്കിൾ ഒരു ചെസ് ബോർഡ് വാങ്ങി തന്നു. വൈകിട്ട് അതുമായി ഞാൻ വീട്ടിലേക്ക് വരാം. ഒന്നിച്ചിരുന്ന് കളിക്കാലോ. സോറി, വൈകിട്ട് ഞാൻ കഥ കടച്ച് പഠിക്കുന്ന സമയമാ. ഡിസ്റ്റർബ് ചെയ്യരുത്. അപ്പോഴാ ശരിക്കൊന്ന് ഉറങ്ങുന്നേ. ഏ വിക്രം അല്ലേ ആ നിൽക്കുന്നത്? ആ ചെറുക്കനെ ഒന്ന് പേടിപ്പിക്കാം. ഒടുക്കം നീ പേടിക്കാതിരുന്നാ മതി. നീ കണ്ടോ എന്താടാ ഇവിടെ ചുറ്റിക്കറങ്ങി നിൽക്കണത്? അത് പിന്നെ എന്തോന്ന്? അത് പിന്നെ ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. അല്ല, ഏതാണ് വളരെ പഴയ മൃഗം? അത് സീബ്രയാ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ചേട്ടാ, ഈ ഗേറ്റ് ഒന്ന് തുറന്നു തരുമോ? പിന്നെന്താ. അയ്യേ, പെയിന്റ് രാവിലെ അടിച്ചതാ, ഉണങ്ങിയോന്നൊന്ന് നോക്കിയതാ. സില്ലി ബോയ്. പച്ചപ്പ് പോലുമില്ല. ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? മഴയില്ല, ഉറവയില്ല, ഒരു തരി പച്ചപ്പ് പോലുമില്ല. ഒരു കാലം വന്നുവെന്നാൽ നാം എന്ത് ചെയ്തിടും കൂട്ടുകാരെ? ഭൂമിക്ക് വേണ്ടി, ജീവനു വേണ്ടി വെള്ളം കരുതണം നാം. മണ്ണിന് വേണ്ടി, ജലത്തിന് വേണ്ടി ഒന്നിച്ചിറങ്ങുക നാം. ഇനി ഒന്നായി ചൊല്ലുക നാം. വെള്ളമൊരിത്തിരി പോലും നമ്മൾ പാഴാക്കാതെ നോക്കണം. ജീവന്റെ സ്പന്ദനമായ ജലം എത്രയ മൂല്യമെന്നോർക്കണം. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം, കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരെ വന്നെത്തി. ആനയും ഉറുമ്പും, ആനയും ഉറുമ്പും. പക്രുവിനെ കാണുന്നില്ലല്ലോ. കുഞ്ഞാ, ഓ, വന്നോ? എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാഹനങ്ങൾ പോയിട്ടേ ക്രോസ് ചെയ്യാവോ എന്ന് അമ്മ പറഞ്ഞു. അതിനിപ്പോ വാഹനങ്ങളൊന്നും ഇല്ലല്ലോ.
അതാ പറഞ്ഞത് വാഹനങ്ങൾ പോകാൻ കാത്തു നിൽക്കുവാന്ന്. ഇങ്ങ് വാടാ. രാവിലെ എന്തിനാ ടീച്ചർ ചൂടായേ? അത് എക്സാം എഴുതാൻ ഹാൾ ടിക്കറ്റ് വേണമെന്ന് ടീച്ചർ. അങ്ങനെയാണെങ്കിൽ ഒരു ബാൽക്കണി ടിക്കറ്റ് തന്നെ എടുത്തോന്ന് ഞാൻ പറഞ്ഞു. അതിനാ. എക്സാമിന് നീ വല്ലതും എഴുതിയോ? ഇല്ല. നീയോ? ഞാനും ഒന്നും എഴുതിയില്ല. ഷെടാ, നമ്മൾ കോപ്പി അടിച്ചതാണെന്ന് ടീച്ചർ വിചാരിക്കില്ലേ? ആനയും ഉറുമ്പും ആനയും ഉറുമ്പും വരൂ വരൂ, ധൈര്യശാലികൾക്ക് പങ്കെടുക്കാം. പഴക്കുലയോട് ഏറ്റുമുട്ടാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. രസികൻ തീറ്റ മത്സരം. 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം കഴിക്കണം. അതാണ് മത്സരം. ആർക്കും പങ്കെടുക്കാം, എപ്പോഴും പങ്കെടുക്കാം. ആകെ വേണ്ടത് സ്വന്തമായൊരു വയറ് മാത്രം. 15 മിനിറ്റ് കൊണ്ട് 6 കുല പഴം കഴിക്കാനോ? ഞാനൊന്ന് ശ്രമിക്കാൻ പോവാ. ഞാൻ റെഡി. എല്ലാവരും കണ്ടോളൂ, ഒരു കൊച്ചുകുട്ടി ഈ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ്. മത്സരം തുടങ്ങാം. മത്സരം തുടങ്ങും മുൻപ് ഞാൻ ഇപ്പൊ വരാം. എന്തു പറ്റി? എങ്ങോട്ടാ? ഇപ്പൊ വരാന്നേ. ഞാൻ എത്തിപ്പോയി. മത്സരം തുടങ്ങാം. നീ ഇത് എവിടെ പോയതാ? വീട് വരെ പോയതാ. എന്തിന്? 15 മിനിറ്റ് കൊണ്ട് 100 കുല പഴം തിന്നാൻ പറ്റുമെന്ന് റിഹേഴ്സല് നോക്കാൻ പോയതാ. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരെ വന്നെത്തി ആനയും ഉറുമ്പും ആനയും ഉറുമ്പും പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. ആ കുളത്തിൽ നിറമുള്ള താമരപ്പൂ, ഈ മരത്തിൽ മണമുള്ള ചെമ്പകപ്പൂ. ആ കുളത്തിൽ നിറമുള്ള താമരപ്പൂ, ഈ മരത്തിൽ മണമുള്ള ചെമ്പകപ്പൂ. വെള്ള നിറത്തിൽ തുമ്പപ്പൂ, അഴകുള്ള റോസാപ്പൂ. മഞ്ഞ നിറത്തിൽ കൊന്നപ്പൂ, ചേലുള്ള ചെത്തിപ്പൂ. സുഗന്ധം വീശി ഗമയിൽ നിൽക്കും മുറ്റത്തെ മുല്ലപ്പൂ. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടന് പൂക്കള പേരുകൾ ചൊല്ലിക്കൊടുത്തു കുഞ്ഞേച്ചി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. പൈമ്പാലിക്കുട്ടനും ചേച്ചിയും ഒരു നാൾ പൂക്കൾ വിരിഞ്ഞത് കാണാൻ പോയി. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരെ വന്നെത്തി ആനയും ഉറുമ്പും ആനയും ഉറുമ്പും നിന്റെ തടി പിന്നെ കൂടിയല്ലോ. അടുത്ത മാസം മുതല് തടി കുറയ്ക്കാൻ പോവാ.
രാവിലത്തെ നിന്റെ തീറ്റ കണ്ടാൽ അങ്ങനെ തോന്നുകയില്ല. എന്തായാലും തടി കുറയ്ക്കാൻ പോവല്ലേ, അപ്പോ മാക്സിമം തടിച്ചിട്ട് കുറയ്ക്കാമെന്ന് വെച്ചു. എന്നും 10 കിലോമീറ്റർ വെച്ച് ഒരു മാസം നടന്ന തടി കുറയും. എന്നും 10 കിലോമീറ്റർ വെച്ച് നടന്ന ഒരു മാസം കഴിയുമ്പോ ഞാൻ അടുത്ത കാട്ടിലെത്തില്ലേ? ആ പോകുന്നത് കുഞ്ഞാപ്പിയുടെ അച്ഛനല്ലേ? ചേട്ടാ ഒരു മിനിറ്റ്. ചേട്ടന്റെ മോനല്ലേ UKG-യിലെ കുഞ്ഞാപ്പി? അതെ, എന്താ കാര്യം? കുഞ്ഞാപ്പിയോട് നന്നായി പഠിക്കാൻ പറയണം. അതെന്താ, ക്ലാസ്സിൽ അവൻ നിന്റെ അടുത്താണോ ഇരിക്കുന്നേ? ഏയ് അല്ല, പരീക്ഷയ്ക്ക് അവന്റെ ഉത്തരം നോക്കി എഴുതി എനിക്ക് കിട്ടിയതേ 0 മാർക്കാ. ആനയും ഉറുമ്പും ആനയും ഉറുമ്പും ഇന്ന് നമ്മുടെ സ്കൂൾ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷനാ, പോയാലോ? ക്രിക്കറ്റ് കളി കാണാത്ത ഞാൻ എന്തിനാ വരുന്നേ? കളിയൊക്കെ ഞാൻ പഠിപ്പിക്കാം, നീ വാ. സെലക്ഷന് ഞങ്ങളുമുണ്ട്. നന്നായി കളിക്കുന്നവരെയെ ടീമിലെടുക്കൂ. നല്ല വ്യായാമം വേണം. അത് പോട്ടെ, നിങ്ങൾ എന്നും ഓടാറുണ്ടോ? അമ്മ ഓടിക്കുമ്പോ ഓടാറുണ്ട്. പന്തെറിഞ്ഞ് പരിശീലിക്കാറുണ്ടോ? കരടിച്ചേട്ടന്റെ പറമ്പിലെ മാവിനെറിഞ്ഞ് പരിശീലിക്കുന്നുമുണ്ട്. അത് പോട്ടെ, ഒരു കളിയിൽ എത്ര സിക്സറുകൾ അടിക്കാറുണ്ട്? കളിച്ച് വൈകുമ്പോ അച്ഛൻ വടി കൊണ്ട് അടിക്കാറുമുണ്ട്. ഏത് കമ്പനിയുടെ ബാറ്റാ കയ്യിലുള്ളേ? ഓൾമിയാടൽ. അതേത് കമ്പനിയാ? ഓല മണലിന്റെ ബാറ്റാണെന്ന്. നിങ്ങൾക്ക് ബാറ്റിങ്ങിലോ ബൗളിങ്ങിലോ താല്പര്യം? എനിക്ക് ഗോളി ആയാ മതി. ഗോളിയോ? അതാവുമ്പോ ഗോൾ പോസ്റ്റ് ചാരി ചുമ്മാ നിൽക്കാലോ. ചതിച്ചു. ഇവനെ ഫുട്ബോളും കളിക്കും, അതുകൊണ്ട് മാറിപ്പോയതാ. ടീം ക്യാപ്റ്റൻ കുഞ്ഞനാണെങ്കിൽ നോ ബോളും വൈഡും എറിയുന്നവരെ എങ്ങനെ ശരിയാക്കും? ആഹാ, നോ ബോൾ കൊണ്ടും വൈഡ് കൊണ്ടും എറിഞ്ഞാലേ കരിങ്കല് കൊണ്ട് ഞാനും തിരിച്ചറിയും എന്നോടാ കളി. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരി വന്നെത്തി ആനയും ഉറുമ്പും ആനയും ഉറുമ്പും നീലിമലക്കാട്ടിലെ അക്കാണും മേട്ടിലെ കഥകൾ പറയാനായി ഒത്തിരിയുണ്ടേ. കുസൃതിക്കുറുമ്പുകൾ കാട്ടി നടക്കുന്ന കുഞ്ഞനും പക്രവും കമ്പനിയാണേ. രോഗങ്ങൾ മാറ്റുവാൻ മരുന്നിടിച്ചു നൽകുവാൻ മുറിവൈദ്യൻ കരടിയും കാട്ടിലുണ്ടേ. നടുവേദന മാറ്റുവാൻ ഡോക്ടറെ കാണുവാൻ വൈദ്യർക്കൊട്ടും സമയമില്ല. കാടിന്റെ സ്വന്തമാം ജഗതി കണ്ണനം മീശക്കാരൻ മൂഷികനുണ്ടേ. കള്ളം വെടിഞ്ഞവൻ ഡീസന്റ് മൂഷികൻ ജോലിക്ക് പോകയായി നല്ലവനായേ. കാടിന്റെ സംഭവം ജിഞ്ചക്കൻ ചേട്ടന്റെ കാര്യങ്ങൾ ചൊല്ലാനായി തിരിയുണ്ടേ. കാട്ടിലെ മാന്യനായി കള്ളക്കുറുക്കനും കാട്ടുന്നതൊക്കെയും മണ്ടത്തരവും. തിരിയൊത്തിരി കഥകൾ ചൊല്ലാം കൂട്ടുകൂടി പാടി രസിക്കാൻ കൂട്ടുകാരി വന്നെത്തി ആനയും ഉറുമ്പും ആനയും ഉറുമ്പും രാവിലെ 4 കുല പഴം തട്ടിയതാ, ഇപ്പൊ ആളൊഴിഞ്ഞ പൂരപ്പറമ്പായി വയറ്. നിനക്ക് ഈ തീറ്റയുടെ കാര്യം മാത്രമേ പറയാനുള്ളൂ. മെട്രോ ട്രെയിനിനെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ വയറ്റിലൂടെ വേറെ ട്രെയിൻ ഓടുമ്പോ ഞാൻ അതിനെ പറ്റിയല്ലേ പറയേണ്ടത്. അതേത് ട്രെയിൻ? വിശപ്പിന്റെ ട്രെയിൻ.
വാ, ആ ഹോട്ടലിൽ കേറാം. കണ്ണി കണ്ടതൊക്കെ വലിച്ചു കേട്ടരുത്. എല്ലാത്തിനും ഒരു കണക്ക് വേണം. പറഞ്ഞേക്കാം. കണക്കൊക്കെ നീ നോക്കിക്കോ. കണക്കിൽ ഞാൻ പണ്ടേ വീക്കാം. ശ്ശേ, കണക്കൊന്നും നീ ഇനിയും പഠിച്ചില്ലേ? അതിനൊക്കെ ചെറിയ വിദ്യകളുണ്ട്. എന്ത് വിദ്യ? ചെറിയ കാര്യങ്ങൾ ഓർത്താ കണക്ക് എളുപ്പം പഠിക്കാം. എങ്ങനെ? മനസ്സിലായില്ല. ഉദാഹരണത്തിന്, നിന്റെ കയ്യിൽ 20 രൂപയുണ്ടെന്ന് വിചാരിച്ചു. കരടി ചേട്ടന്റെ കടയിൽ നിന്നും നീ 4 രൂപക്ക് മിഠായി വാങ്ങി. 20 രൂപ കൊടുത്തു. ബാക്കി എത്ര രൂപ കരടി ചേട്ടൻ തിരിച്ചു തരും? 11 രൂപ. ഷോ, അതെങ്ങനെ? 16 രൂപ കാണില്ലേ? അതിനെ കരടി ചേട്ടന് ഞാൻ 5 രൂപ കൊടുക്കാനുണ്ട്. ആനയും ഉറുമ്പും ആനയും ഉറുമ്പും. ഇന്ന് നമുക്ക് കുറച്ച് പുതിയ കണക്കുകൾ പഠിക്കാം. കണക്കെന്ന് കേട്ടപ്പോഴേ ഉറക്കം വന്നു. അത് കണക്കില്ലാതെ തിന്നുന്നത് കൊണ്ടാ. ആര് പറഞ്ഞു കണക്കില്ലെന്ന്? രാവിലെ കഴിച്ചത് 8 കുലപ്പഴം, 6 കരിമ്പ്, 4 ചെമ്പ് ചായ, 3 ചക്ക. ആ, തീറ്റ കണക്കെങ്കിലും അറിയാമല്ലോ. ഭാഗ്യം. ഞാനൊരു ചോദ്യം ചോദിക്കാം. 10 മാങ്ങ 12 പേർക്ക് എങ്ങനെ കൃത്യമായി വീതിച്ചു കൊടുക്കും? കുഞ്ഞൻ പറയൂ. അത് 10 മാങ്ങ ഒന്നിച്ച് ജ്യൂസ് അടിച്ചാൽ മതി. ജലക്ഷാമത്തെ കുറിച്ച് ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ജലക്ഷാമം കുറയ്ക്കാൻ പക്രു എന്താണ് ചെയ്തത്? ഞാൻ കുളിക്കുമ്പോ 10 തവണ കൊലവറി എന്ന പാട്ട് പാടുമായിരുന്നു. ഇപ്പോ അത് 7 തവണയാക്കി. ശരിയാ, 3 പാട്ടിന്റെ വെള്ളം ലാഭിക്കുന്നുണ്ട്. കുഞ്ഞാ, നീയോ? ഞാൻ കുളിക്കുന്നതേ ആഴ്ചയിൽ ഒരിക്കലാക്കി. ആനയും ഉറുമ്പും ആനയും ഉറുമ്പും. മാജിക് പൊളിഞ്ഞാലേ വന്നവരെ എല്ലാം ഒരു സൂപ്പ് വെക്കും. സ്റ്റേജിലേക്ക് ആരെയും കേറ്റരുത്. പ്രത്യേകിച്ച് അപരിചിതരെ സൂക്ഷിക്കണം. അപരിചിതരെ സൂക്ഷിക്കാൻ ഈ സഞ്ചി മതിയോ? നീ ഒന്ന് മിണ്ടാതിരി. ആദ്യത്തെ മാജിക് ഒരു മൃഗത്തെ അപ്രത്യക്ഷമാക്കലാണ്. അതിന് ഒരു മൃഗത്തിന്റെ സഹായം വേണം. ജിഞ്ചക്കൻ ചേട്ടൻ വരൂ. ഞാനിതാ ജിഞ്ചക്കൻ ചേട്ടനെ കർട്ടൻ കൊണ്ട് മറയ്ക്കുന്നു. ചുവരിൽ ഒരു ചെറിയ വാതിലുണ്ട്. കർട്ടൻ അടച്ചു കഴിഞ്ഞാ വാതിലിന്റെ കൊളുത്ത് ഊരിയാ മതി. ശരി ശരി, ഞാൻ ഏറ്റു. ജിം ജൂം ജാം, പൈനാപ്പിൾ ജാം, സ്ട്രോബെറി ജാം, മിക്സ്ഡ് ഫ്രൂട്ട് ജാം, ട്രാഫിക് ജാം. ഇതാ അത്ഭുതം കാണൂ. ചേട്ടൻ വാതിൽ തുറന്നില്ലേ? വാതിൽ തുറക്കാനോ? എന്നോട് കൊളുത്തൂരാനല്ലേ പറഞ്ഞേ? ദാ കൊളുത്ത്. പക്രു, നിന്റെ ശരീരം നീ തന്നെ നോക്കിക്കോ.